പാവയ്ക്ക കിച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം അതിനു വേണ്ടി ഞാനിവിടെ ഒരു 3 മീഡിയം സൈസിലുള്ള പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അതിനതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നീളത്തിലോ വട്ടത്തിലോ ഏത് രീതിയിലോ അരിഞ്ഞെടുക്കാം. പക്ഷെ അരിയുമ്പോഴേ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില, പിന്നെ ഇവിടെ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിനു വേണ്ടി ഞാനിവിടെ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്. ഈ തേങ്ങയും പച്ചമുളകും 1/2 ടീസ്പൂൺ കടുകും തൈരും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് അരച്ചെടുക്കണം. പിന്നെ ലാസ്റ്റിൽ നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുക് വേണം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം. പിന്നെ ഇതൊരു സവാളേൻ്റെ ഒരു പകുതിയാണ്. ഇത് സവാളക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണം, ചെറിയ ഉള്ളിയും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള എടുത്തു എന്ന് മാത്രം. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് പാവയ്ക്കൊന്ന് വറുത്തെടുക്കണം. അപ്പം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നമ്മുടെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പാവയ്ക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണ. ഇത് നല്ലോണം എണ്ണയിലൊന്നും വറുത്തെടുക്കണ്ട, കുറച്ച് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. നമുക്ക് പാവയ്ക്ക വറുക്കുമ്പോഴേ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു 4 പച്ചമുളകും കൂടെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പാവയ്ക്ക നല്ല ക്രിസ്പായി വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പൊ നമ്മുടെ പാവയ്ക്ക ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് ഈ സമയത്ത് ഇതിലേക്ക് വേണ്ട തേങ്ങയും കടുകും പച്ചമുളകും കൂടെ ഇത്തിരി തൈരും ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് പച്ചമുളക്, പിന്നെ നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ, ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പാവയ്ക്ക ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള തേങ്ങ, തൈര്, കടുക്, പച്ചമുളക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അരപ്പൊഴിച്ചാൽ പിന്നെ അത് തിളക്കാൻ പാടില്ല, അത് ഒന്ന് ചൂടായാൽ മതി. നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ച് വയ്ക്കണം. ഇനി നമ്മുടെ കിച്ചടിയിലേക്ക് താളിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായാലും നമുക്ക് ഇതിലേക്ക് ഇത്തിരി കടുക് ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത്തിരി കടുക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇല്ലെങ്കിൽ ഒരു 2-3 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താലും മതി. ഇതിലേക്ക് ഇനി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ വേപ്പില ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇതിനൊന്ന് വഴറ്റാം. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മുടെ കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാവയ്ക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
സദ്യയുടെ കൂടെയൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു കിച്ചടിയാണ്. നമുക്ക് കുറച്ച് സമയത്തേക്കൊന്ന് അടച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു കിച്ചടിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതോടെ കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ. അന്ന ആരാ മന്ന പിള്ള തായിട്ട് ആ കുഷിനാര തായിട്ട് ടാറ്റ